നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളും യുവ സംരംഭകയുമായ ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ആഭരണക്കടയായ ഓബായ് ഓസി സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. സ്ഥാപനത്തിൽ നിന്ന് 66 ലക്ഷം രൂപയുടെ വൻ തട്ടിപ്പ് നടന്നതായി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്ഥിരീകരിച്ചു. കേസിൽ സ്ഥാപനത്തിലെ 3 മുൻ ജീവനക്കാരുകളും ഒരാളുടെ ഭർത്താവും ഉൾപ്പെടെ 4 പേർ പ്രതികളാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ മറവിൽ നടന്ന ഈ തട്ടിപ്പ് ചെറുകിട സംരംഭകർക്കിടയിലും QR കോഡ് വഴിയുള്ള പേയ്മെന്റുകൾ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. കേസിലെ പ്രതികൾ ഓബായ് ഓസിയിലെ മുൻ ജീവനക്കാരായ ദിവ്യ, രാധാകുമാരി, വിനീത എന്നിവരും വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരുമാണ്. സ്ഥാപനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന QR കോഡ് പേയ്മെന്റ് സംവിധാനത്തിൽ കൃത്രിമം കാണിച്ചാണ് ഇവർ ചേർന്ന് ഏകദേശം 66 ലക്ഷം രൂപ തട്ടിയെടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, മോഷണം കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഉയർന്ന തുകയുടെ സാമ്പത്തിക തട്ടിപ്പായതിനാൽ കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്നു.